നമ്മൾ നെയ്മീൻ്റെ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. 3 കിലോ നെയ്മീൻ്റെ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. നോക്കിയേ, ഇത് 3 കിലോ നെയ്മീനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചട്ടി വെച്ച് എണ്ണ വെച്ച് ചൂടാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഓയിലിന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ടുള്ള സവാള നമ്മൾ എടുത്തേക്കുന്നത് 4 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് വരട്ടെ. പെട്ടെന്ന് സവാളൊക്കെ വേണമെന്ന് പിന്നെ കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്യാം. പെട്ടെന്ന് വളർന്നു ഒരു മുപ്പത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലൊക്കെ നമുക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ള ഒരു 8 പച്ചമുളകുണ്ട്. പച്ചമുളക് അറിയാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തുള്ള കുറച്ച് വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി ചതച്ചാണ്. വെളുത്തുള്ളി ഉണ്ട്. ഇത് ആഡ് ചെയ്യുക. ഇഞ്ചി ഉണ്ട്. ഇഞ്ചി ഒരു കഷ്ണം, ഒരു 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചി കൂടി ആഡ് ചെയ്യുക. മുളക് വലിപ്പം കൂടുതലാണെന്ന് നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 മതിയാവും. ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 ഇഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ 5-8 ഇടാം. ഇഞ്ചി ആണെങ്കിൽ അവിടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി ഒരു 2 കഷ്ണം ഇഞ്ചിയൊക്കെ ഇടാം. ഇതിപ്പോൾ നമ്മൾ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അരച്ചതാണ് ഇഞ്ചി, അല്ലെങ്കിൽ ചതയ്ക്കുക, അല്ലെങ്കിൽ അരിഞ്ഞിടുക. ചതച്ചിട്ട് നല്ലതാണ്. ഇത് 3 വേപ്പില നമുക്ക് ഇതിലേക്ക് ഇടാം. ഇട്ടാൽ മതി. 3 സ്പൂൺ 2 സ്പൂൺ മല്ലിപ്പൊടി മുളക് 4 സ്പൂൺ. കാശ്മീരി ചില്ലി പൗഡറാണ്. കളർ കൂടുതലായി, എരിവ് കുറവ്. നമ്മളിതിൽ 3 ഗ്ലാസ് വെള്ളം ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു രൂപ വെച്ച് നമ്മൾ ഒഴിക്കുന്നു. മസാല ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തൊന്നും തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തിളച്ച ശേഷം നമ്മൾ ഇതിൽ 2 തേങ്ങയുടെ പാല് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിതിലേക്ക് മീൻ കഷ്ണം പറക്കിടാനായിട്ട്.
നമ്മൾ മസാലയൊക്കെ ഇട്ട് നമ്മൾ ഒരു ദം വെള്ളമൊക്കെ വെച്ച് മിക്സ് ചെയ്തേക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ 2 മുറി തേങ്ങ, അത് 2 മുറിയല്ല 2 തേങ്ങ നമ്മൾ മിക്സിയിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ തറച്ച ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് മീൻ ആഡ് ചെയ്യും. പാൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് മസാല ഒക്കെ ഒന്ന് ജോയിൻ ചെയ്യിക്കുക. ഉപ്പ് നമ്മൾ ആദ്യം നമ്മൾ ഇത് ഇട്ടിട്ടില്ല, ഉപ്പ് നമ്മൾ അത് ഇളക്കി തിളച്ച ശേഷം ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പിട്ടിട്ടില്ല, നമ്മൾ ഉപ്പിട്ട് നോക്കണം. നോക്കട്ടെ, ഉപ്പ് കുറവുണ്ട്, നമ്മൾ ഉപ്പിട്ട് നോക്കാം. പുതിയ സ്റ്റൈലും കുറച്ച് അപ്പോൾ നമ്മൾ കുടപ്പുളി ആദ്യമേ ചൂടുള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 കഷ്ണം 5 കഷ്ണം കുടപ്പുളികളും ഇടായില്ലേ. ചെറിയ കുടപ്പുളിയാണ് ഞാൻ കുടപ്പുളി ഇട്ടത്. മീനയിലേക്ക് ഇറക്കി വെക്കാം. രണ്ട് വേപ്പില ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെക്കാം. നമുക്ക് അതിനെ ഉപ്പൊന്ന് നോക്കിയ ശേഷം നമ്മൾ ഇനിയിപ്പോൾ അടിച്ചിട്ട് കഴിക്കുന്നതാണ്. അതിനുമുമ്പ് ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. 4 തക്കാളി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് വെക്കാം. തക്കാളി ആദ്യം കഴിഞ്ഞ് ഇത് ആദ്യം കുഴഞ്ഞു പോകും. നമുക്കിന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്തായാലും എക്സ്പ്രസ് നോക്കുക. നല്ല പാകമാണ്. ഇത് ഓഫ് ചെയ്ത് വെച്ചേക്കാം. മീൻകറിയൊക്കെ എപ്പോഴും ഇരുന്ന് കഴിയുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത്. നല്ല വന്നിട്ടുണ്ട്. എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ എടുക്കുന്നത് കാണാം. എല്ലാ മീൻ കറിയാലും എന്തായാലും നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിന് പുളിയും പിടിച്ച് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിക്കുമ്പോൾ അത് എടുത്തിട്ട് വെച്ച് കാണാം. എങ്ങനെ ചോറ് ഭക്ഷണം അച്ഛ പോലെ പറയുന്ന സമയം കറിയുണ്ട്. എങ്ങോട്ടാ കറി ഉണ്ടോ?
वो बाहर आए तो है വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനും കൂടെ സുമേഷ് കണ്ണാപ്പി. ഇന്നൊരു വണ്ടിയുടെ റിവ്യൂ ആണ്. ഹീറോ എക്സ് പൾസിൻ്റെ റിവ്യൂ ആണ്. ഇപ്പോൾ പുതിയ എഡിഷനാണ് ഹീറോ എക്സ് പൾസ് 200. അതിൻ്റെ റിവ്യൂ നമുക്കൊന്ന് കാണാം. ഹീറോ കമ്പനി ഇറക്കിയ ന്യൂ മോഡലാണ്. ഇതിൽ എക്സ് പൾസ് എന്ന ഈ വണ്ടി ഇതിന് ഓഫ് റോഡിലൊക്കെ നല്ലോണം റൺ ചെയ്യും. നല്ല രീതിയിലൊക്കെ നമുക്ക് സ്ട്രെയിനും ഇല്ലാണ്ട് ഓടിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിക്കുള്ള പ്രത്യേകിച്ച് 2 വീലും നമുക്ക് ഡിസ്ക് ബ്രേക്കാണുള്ളത്. ഡിസ്ക് ബ്രേക്കിന് ഫ്രണ്ട് വീലിൽ മാത്രം ABS ബ്രേക്കാണ് അവർ കമ്പനി പറയുന്നത്. ഇതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ നല്ല ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുതന്നെ ഇതിൻ്റെ നമ്മുടെ ലൈറ്റ് കപ്പാസിറ്റി, ഡിമ്മും ലൈറ്റൊക്കെ നല്ല പവറാണ്, നല്ലൊരു അട്രാക്റ്റീവാണ് കൊടുത്തിരിക്കുന്നത്. കമ്പനി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് കാര്യത്തിലൊക്കെ. ഇതിലിപ്പോൾ സെൻട്രൽ സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് തണ്ടലൊന്നും സ്ട്രെയിൻ ഉണ്ടാവില്ല. അപ്പോൾ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഡബിള് സക്കപ്സറക്കാട്ടിയും എഫക്റ്റാണ് ഇപ്പോൾ. നമ്മൾ ഹമ്പൊക്കെ ചാടുമ്പോൾ ഒട്ടും സ്ട്രെയിൻ ഉണ്ടാവില്ല. അതൊക്കെ തന്നെ വലിയൊരു ഗുണമാണ് ഇതിൻ്റെ. ഇതിൻ്റെ ഫ്രണ്ട് ബൻകാർഡ് ഷോർട്ടാണ്. അപ്പോൾ അതൊരു വണ്ടിയുടെ നല്ലൊരു എന്താ പറയുക, റേസിങ്ങിനൊക്കെ പോകുന്ന മോഡൽ ടൈപ്പാണ് അതിൻ്റെ വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. അതൊക്കെ തന്നെ ഒരു അട്രാക്റ്റീവാണ്.
മീറ്റർ ഡിസ്പ്ലേയിൽ ഇതിൻ്റെ നമ്മൾ ഗിയർ ചേഞ്ചിങ് പൊസിഷൻ, അതുപോലെ തന്നെ ഫ്യൂലിങ്ങിൻ്റെ പൊസിഷൻസ് അതൊക്കെ ശരിക്കും ഡിസ്പ്ലേ നമുക്ക് കാണിക്കും, മീറ്റർ ഡിസ്പ്ലേയിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. അതും പിന്നെ ടൈം, അതുപോലെ തന്നെ ഇതിൻ്റെ നാവിഗേഷൻ ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മീറ്ററിൽ കാണിക്കാൻ പറ്റുന്നത് ഈ ഡിജിറ്റൽ മീറ്ററിൽ. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നാവിഗേഷൻ സപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂട്ടൊക്കെ കറക്റ്റായിട്ട് മാപ്പ് ചെയ്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പോകേണ്ട റൂട്ടും ഇത്ര മണിക്കൂറൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും. മൊബൈലായിട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മൊബൈൽ വഴി കാണാൻ പറ്റും. അതും വലിയൊരു ഇതിൻ്റെ ഒരു ഓഫർ, നല്ലൊരു കാര്യം തന്നെയാണ്. ഈ വണ്ടിയുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മൊബൈലിലൊക്കെ ആയിട്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴി മൊബൈലിൽ കണക്ട് ചെയ്യാം. അപ്പം മൊബൈൽ വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഈ മീറ്ററിൻ്റെ സൈഡിൽ നമുക്ക് കാണിക്കും. ഇപ്പോൾ കോൾ തന്നെ നമ്മൾ മൊബൈലിൽ നമുക്കത് മൊബൈൽ എടുക്കാതെ തന്നെ നമുക്ക് കോൾ ആയിരുന്നു നമുക്ക് വണ്ടിയുടെ മീറ്ററിൻ്റെ സൈഡിൽ നമുക്ക് കയറി കാണിക്കുന്നുണ്ട്. അതിന് വലിയൊരു ഓഫറാണ്. വെച്ചാൽ നമുക്കത് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ അനാവശ്യ കോളിലൊക്കെ വരാറുണ്ട് ഒരുപാട്. ഇപ്പോൾ കമ്പനി വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ധൃതിപ്പെട്ട് എടുക്കുകയോ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നമുക്ക് മീറ്ററിൽ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഏത് കോളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ എടുത്ത് പറയാൻ പറ്റുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷോർട്ട് സൈലൻസറാണ്. സൈലൻസറിൻ്റെ കുറച്ച് ഹൈയിലേക്ക് സീറ്റിൻ്റെ സൈഡിലേക്ക് ആയതിനാൽ നമ്മളിപ്പോൾ പുറകിലിരിക്കുന്ന ഒരാൾക്കൊക്കെ ചിലപ്പോൾ അതിലൊക്കെ ഇരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ കാലൊക്കെ ഒന്ന് പൊള്ളാൻ സാധ്യതയുണ്ട്. ചില അത്രയും പൊള്ളലില്ല എങ്കിലും കൂടി ഒരു അത്യാവശ്യം ഒരു ലോങ് റേസിനൊക്കെ പോകുമ്പോൾ ഇത്തിരി ചൂടാവാൻ സാധ്യത കൂടുതലാണെന്ന് തോന്നുന്നു. കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ഗ്യാസ് കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനൊരു ഹീറ്റ് വരാൻ സാധ്യത കൂടുതലാണ് ഉള്ളത്. എന്തായാലും വളരെ നല്ലൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു മൈനസ് പോയിൻ്റ് അല്ല എങ്കിലും നല്ല വണ്ടിയായിട്ട് തോന്നുന്നത്. എന്നിരുന്നാലും ഒരു നല്ലൊരു വണ്ടിയാണ്. ഇതിന് ഓൺ റോഡ് പ്രൈസ് ഏകദേശം 1,19,000 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതൊരു മേടിക്കണം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ഇതിൽ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിവരെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും. വണ്ടിയുടെ സ്പീഡും അതുപോലെ തന്നെ വണ്ടിയുടെ എൻജിൻ പവറും CC, അതുപോലെ തന്നെ വണ്ടിയുടെ എന്താ പറയുക വണ്ടിയുടെ വെയിറ്റ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ കളേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഇത് ഞങ്ങളുടെ എക്സ്പൾസ് ഹീറോ വണ്ടിയുടെ റിവ്യൂ ആണ്. കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റ് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ. ഇന്ന് നമ്മുടെ മുഴക്കൽ ഹാർബറിലെ വിശേഷമാണ് വന്നിരിക്കുന്നത്.
ഓക്കെ ഫ്രണ്ട്സ്, ഏവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുമേഷ് കണ്ണാപ്പി. ദീപങ്ങളുടെ മഹോത്സവം എന്നാണ് ദീപാവലി അറിയപ്പെടുന്നത്. ലക്ഷ്മി ദേവിയുടെ പ്രീതിക്കായി നടത്തുന്ന ആഘോഷമാണ് ദീപാവലി. ലക്ഷ്മി ദേവി സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയാണല്ലോ. താമസ സ്ഥലം വൃത്തിയാക്കി വിളക്കുകൾ കത്തിച്ചു വെക്കുക ദീപാവലി ആഘോഷത്തിന് പ്രധാനമാണ്. ദീപാവലിയോടനുബന്ധിച്ച് ഘോഷയാത്രകളും ഉണ്ടാവും. ഘോഷയാത്രയിൽ ലക്ഷ്മി ദേവിയുടെയും ഗണപതിയുടെയും അലങ്കരിച്ച വിഗ്രഹങ്ങളും ഉണ്ടാകും. ദീപാവലിയെ സംബന്ധിച്ച് ഒട്ടേറെ ഐതിഹ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലും പല ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത്. രാവണനെ വധിച്ച് അയോധ്യയിൽ തിരിച്ചെത്തിയ രാമനെയും സീതയെയും ഹനുമാനെയും ഒക്കെ വരവേൽക്കുന്ന ആഘോഷമാണ് ചില പ്രദേശങ്ങളിൽ ദീപാവലി. സാധാരണ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ദീപാവലി വന്നെത്തുന്നത്. തടവിലാക്കപ്പെട്ട മഹാബലിയെ ലക്ഷ്മി ദേവി ഒരു ദിവസം പുറത്തേക്ക് അയക്കുന്ന ആഘോഷം കൂടിയാണത്രേ ഇത്. കുളി കഴിഞ്ഞ് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ദീപാവലി ആഘോഷിക്കുന്നു. പടക്കങ്ങൾ പൊട്ടിച്ചും വെറ്റില, അടയ്ക്ക എന്നിവയും മധുര പലഹാരങ്ങളും പരസ്പരം കൈമാറിയും ആളുകൾ ദീപാവലി വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്നു. ഇന്ന് ദീപാവലിയാണ്. ദീപാവലിയോടനുബന്ധിച്ച് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ദീപാവലി ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് നമ്മുടെ കാരക്കടപ്പുറം ഭാഗത്താണ്. അത് കൊടുങ്ങല്ലൂരിലെ കാരക്കടപ്പുറം ഭാഗത്താണ്. അങ്ങോട്ട് പോകാൻ ഞാൻ പഠിച്ച് കാണാൻ പറ്റുള്ളത്.
അൺബോക്സിംഗ് വീഡിയോ ആണ്. എന്താണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നോക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, DSLR-ന്റെ ട്രൈപോഡാണ്. ഇത് സ്പോൺസർ വഴി എടുത്താണ്. ഫ്രണ്ട് എടുത്തിട്ട് നമുക്ക് ഗിഫ്റ്റാണ്. നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയത് നമുക്ക് DSLR-ന്റെ ക്യാമറ വെച്ചിട്ട് ഗിഫ്റ്റായിട്ടാണ്. നല്ല ട്രൈപോഡാണ്. മാക്സിമം ഹൈറ്റ് ആദ്യമായിട്ട് ഈ ട്രൈപോഡ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ട്രൈപോഡ് ഒരു ബട്ടൺ ഉണ്ടാവും. ഇതൊന്ന് പുറത്തേക്ക് വലിക്കുക. അപ്പോൾ ഓൾറെഡി ഇത് പുറത്തേക്ക് വരും. ഈ പീസ് പുറത്തേക്ക് വരും. ഇതിൻ്റെ ഇടയിലേക്ക് ഈ ഒരു ബട്ടൺ ഉണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇതാണ് ഇതിൻ്റെ നമ്മുടെ DSLR-ലേക്ക് സ്ക്രൂ ചെയ്യണം. ഇതാണ് ഇതിലേക്ക് നമ്മൾ ഈ സാധനം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് അവിടേക്ക് സെറ്റാവും. സെറ്റിന് ശേഷം മാക്സിമം സെറ്റിന് ശേഷം ലോക്ക് ചെയ്യാം. അതിനുശേഷം സാധനം തിരിച്ച് കഴിക്കാം. അതിനുശേഷം DSLR-ന്റെ ഏത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് സാധനം ഇതെങ്ങനെയാണോ നമ്മൾ വലിച്ചു പോലെ DSLR-ന്റെ പ്രശ്നം ഉണ്ടാവില്ല. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അടിക്ക് മുകളിലേക്ക് യൂസ് ചെയ്യണം. ക്യാമറ ഷൂട്ട് ചെയ്യാം, മുകളിലേക്ക് ഷൂട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ലൂസാക്കിയ ശേഷം അങ്ങനെ ആക്കാം. ഹാൻഡിൽസ് ഒക്കെ നമുക്ക് മാറ്റുന്നതിൽ ഈ ഒരു ഹാൻഡിൽ യൂസ് ചെയ്യാം. യൂസ് ചെയ്തതിനു ശേഷം ഹാൻഡിൽ ഫ്ലെക്സിബിളായി കിട്ടും. യൂസ് ചെയ്യാം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതൊരു മൂവ് ചെയ്യണം. നമ്മൾ ഇത് എങ്ങനെയാണോ നമ്മൾ ഫിറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പുറത്തേക്ക് വലിക്കുക. അതിനുശേഷം നമ്മൾ DSLR ശരിക്കും ഹാൻഡിൽ ചെയ്ത് പിടിച്ചോളാം. DSLR എടുത്തതിന് ശേഷം മൊത്തം വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്തത് അതേപോലെ ഫിറ്റ് ചെയ്യാൻ തന്നെ കാണാം.
ഓക്കെ, ഏകദേശം നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ജസ്റ്റിന് താഴെ വരുന്നുണ്ട്. ഇപ്പോൾ കല്യാണ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നവർക്ക് ഒരുപാട് ഉപകാരമായിരിക്കും. ആമസോൺ വഴിയൊക്കെ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട്. ഒരു 650-700 രൂപയ്ക്കൊക്കെ നമുക്കിത് കിട്ടും. പിന്നെ അതുമാത്രമല്ല നമുക്കിപ്പോൾ ഒരുപാട് ഓഫേഴ്സ് ആമസോൺ തരുന്നുണ്ട്, ഈ ട്രൈപോഡായിട്ടും അല്ലെങ്കിൽ DSLR ഒക്കെ ആയിട്ടും. അപ്പോൾ ആ വഴിക്കൊക്കെ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞങ്ങളുടെ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ നമ്മുടെ ഓരോ വീഡിയോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായിരിക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സുമേഷ് കണ്ണൻ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നൊരു ഡിഫറെൻ്റ് ഐറ്റംസിൻ്റെ അൺബോക്സിങ് ആണ്. എന്തായിരിക്കും ആ ഐറ്റംസ് എന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇന്ന് ഒരു QCY ഇയർഫോൺസിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇതിന്റെ ബോക്സ് വീഡിയോ ആണ്. ഇതിന്റെ മോഡൽ നെയിം ഇതാണ്, QCY QS1. ഇതിന്റെ ടോട്ടൽ ചാർജിങ് ടൈം 2 മണിക്കൂറാണ്. പിന്നെ ഇതിലെ മ്യൂസിക് സ്റ്റാൻഡ് ബൈ 4 മണിക്കൂർ. ഇതിന്റെ ബാറ്ററി 120. ഇതിന്റെ സ്റ്റാൻഡ് ബൈ ടൈം 120 മണിക്കൂറാണ്. അതായത് ഒറ്റ ചാർജിലൊരു 4-5 ദിവസം നിൽക്കും നമ്മൾ അധികം യൂസേജ് ഇല്ലെങ്കിൽ. പിന്നെ ഇതിന്റെ നമുക്കിതൊന്ന് തുറന്നു നോക്കാം, എന്താണെന്ന് നോക്കാം. ഇതിന്റെ ബ്ലാക്ക് വേരിയന്റാണ്. മാഗ്നറ്റിക്കലി ഇത് പെയർ ചെയ്യുന്നത്. ഇതിങ്ങനെ എടുത്തിനാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ പിന്നെ കാണാൻ പറ്റും. ഈ 2 മാഗ്നറ്റ്സ് ഇതിന്റെ ഉള്ളിലത്തെ 2 പിന്നായിട്ടാണ് കണക്റ്റ് ആവുന്നത്. ഈ 2 റെഡ് ലൈറ്റ് ഉദ്ദേശിക്കുന്നത് ചാർജിങ്ങിലാണെന്നാണ്. ഇത് ഫുൾ ചാർജ് ആകുമ്പോൾ ഇത് വൈറ്റ് കളറാവും. ഈ 2
ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. മൈക്രോ USB കേബിളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് തന്നെയാണ്. ചാർജിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻസ് 5 വോൾട്ട് 500 മില്ലി ആംപിയർ. ഇതൊരു ബാറ്ററി കേസും കൂടിയാണ്. ഇപ്പം ഇതിൽ നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും. ഇതിപ്പോൾ വൈറ്റ് കളറായിട്ടുണ്ട്. ഈ വൈറ്റ് കളർ ആകുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോ ബാറ്ററി ഫുൾ ചാർജ് ആയിന്നാണ്. ഇതില് ഓരോന്നിനും ഓരോ ബാറ്ററി ഉണ്ട്. ഇതിലൊരു ബാറ്ററി, ഇതിനൊരു ബാറ്ററി, പിന്നെ ഇതൊരു ബാറ്ററി കേസ് കൂടിയാണത്. ഇതിലിപ്പോ ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോ ഇതിന്റെ ബാറ്ററി തീർന്നു തുടങ്ങും. അപ്പൊ നമ്മ ഇതിലിട്ട് കഴിഞ്ഞാല് ഇതില് തന്നെ നമുക്കൊരു 2-3 വട്ടം വീണ്ടും ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ വൈറ്റ് വേരിയന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഭംഗി കൂടുതൽ വൈറ്റിനാവുള്ളൂ. ബ്ലാക്ക് വെച്ച് നോക്കുമ്പോ രണ്ടും നമുക്ക് അടുത്തടുത്ത് നോക്കി നോക്കാം. സെയിം തന്നെയാണ്. ചാർജിങ് പോർട്ടും ഇതൊക്കെ എല്ലാം ഒരേപോലെ തന്നെ. വ്യത്യാസം എന്ന് പറയുന്നത് കളർ മാത്രമേ ഉള്ളൂ. ചാർജർ ഒന്ന് നോക്കാം. ബാക്കി എന്താണ് ബോക്സിൽ നല്ലത്. ഇത് ഇയർബഡ്സ് ആണ്. ഇപ്പൊ 2 എക്സ്ട്രാ ഇയർബഡ്സിൽ വരുന്നുണ്ട്. അപ്പോ നമ്മുടെ സൈസ്, ചെവിയുടെ സൈസ് അനുസരിച്ചിട്ട് നമുക്കിത് മാറ്റി ഇതിലുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഏറ്റവും ചെറിയതാണ് ഇപ്പൊ ഇതില് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. ഇതിന്റെ കേബിളാണ്, അതൊന്ന് പൊട്ടിച്ച് നോക്കാം. സ്റ്റാൻഡേർഡ് മൈക്രോ USB കേബിളാണ് ഇതിൽ വരുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇത് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ബ്ലൂടൂത്ത് നമ്മുടെ മൊബൈലിൽ ബ്ലൂടൂത്ത് ഉണ്ട്. വലിച്ചെടുത്തിട്ട് ബ്ലൂടൂത്തിലേക്ക് ബ്ലൂടൂത്ത് പ്രസ് ചെയ്ത് പിടിക്കുക. ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കൊടുക്കാം. ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് നമ്മുടെ ഈ ഇയർ ഡോട്ട്സ് ഉണ്ടല്ലോ, അതിങ്ങനെ പൊട്ടിക്കുക. പൊടി പൊട്ടിയെടുക്കുന്ന ചാലാവും. ശക്തി കൊടുക്കുക. പൊടിക്ക് വന്നിട്ടുണ്ട്. QCY കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്യുക. ക്യാമറ ഒരു 25
സെക്കൻഡ് ആകുമ്പോഴേക്കും ഓക്കെ ഓൾറെഡി QC വഴി കണക്റ്റ് ആയിട്ടുണ്ട്. റൈറ്റ് സൈഡ് കണക്റ്റായി, ഓൾറെഡി ലെഫ്റ്റ് സൈഡ് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു സോങ് നോക്കണമെങ്കിൽ ചെക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സോങ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ നമുക്കത് ബുക്ക് ചെയ്യേണ്ട വിധത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അലി എക്സ്പ്രസ് എന്ന് പറയുന്നത്, അലി ബാബ ഇതിൻ്റെ ആണ് അലി എക്സ്പ്രസ്. നമുക്ക് ഇപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് അലി എക്സ്പ്രസ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. അതിനു മുമ്പ് എന്താണ് ഈ അലി എക്സ്പ്രസ് എന്ന് ഒന്ന് വിവരിച്ചു തരാം. അലി എക്സ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൈനയിലെ ആലിബാബ ഗ്രൂപ്പിന്റെ ഒരു റീറ്റെയിൽ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതില് റീറ്റെയില് തൊട്ട് ഹോൾസെയില് വരെയുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഒരെണ്ണമായിട്ടും എടുക്കാം, ബൾക്കായിട്ടൊരു 100 എണ്ണം മേടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പോസിബിളാണ്. ഇവരുടെ ഷിപ്പിംഗ് ലൊക്കേഷൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ചൈനയാണ്. പിന്നെ സിംഗപ്പൂര് പോലെയുള്ള രാജ്യങ്ങളിലും ഇവർക്ക് വെയർ ഹൗസുകളുണ്ട്, ഷിപ്പിംഗ് യൂണിറ്റുകളുണ്ട്. പിന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലെ സെല്ലേഴ്സ് എല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. നമ്മുടെ നേരിട്ടുള്ള ഇപ്പൊ ആമസോണിന്റെ ക്ലൗഡ് ടെയിൽ ഇന്ത്യ എന്ന് പറയുന്ന പോലെ ആമസോണിന്റെ സ്വന്തം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെല്ലേഴ്സ് അല്ല, എല്ലാവരും ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റികളാണ്. സെല്ലേഴ്സിന് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അലി എക്സ്പ്രസിന്റെ. ജാക്മ, അതായത് ലോകത്തിലെ ടോപ്പ് 10 ബില്യണയർ ജാക്മ, അതായത് ലോകത്തിലെ ടോപ്പ് 10 അടങ്ങുന്ന കോടീശ്വരനിൽ ഒരാളാണ് ജാക്മ. ജാക്മയാണ് ഇതിന്റെ ഓണർ.
ചൈനയിലെ ഏറ്റവും വലിയ ബില്യണയറാണ്. പിന്നെ വേൾഡിൽ തന്നെ ടോപ്പ് 10 വരുന്നതാണ്. അപ്പൊ അതിന്റെ ഈ ആലി ബാബ ഗ്രൂപ്പിന്റെ ഓണറാണ് ഈ ജാക്ക് മാ. പിന്നെ ഇത് ഷിപ്പ് ചെയ്യുന്ന മെത്തേഡ്, അതെങ്ങനെയാണ് ഓർഡർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് ഫസ്റ്റ് ന്യൂ യൂസർ ആണെങ്കിൽ $3 $2 കൂപ്പൺസ് ഉണ്ട്. അത് ചില സെലക്ട് യൂസേഴ്സ് അനുസരിച്ചിട്ടാണ് ഇത് മാറുന്നത്. ചിലർക്ക് $3 ഓഫ് കൂപ്പൺ ഉണ്ട്, ചിലർക്ക് $2 ഓഫ് കൂപ്പൺ ഉണ്ട്. ഇന്ന് ഓർഡർ ചെയ്യാനായിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ആദ്യം തന്നെ നമ്മൾ അലി എക്സ്പ്രസ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യാം. അപ്പോഴേ നമുക്കിതിൻ്റെ ഈ റുപ്പീസിൽ കാണുള്ളൂ. ഈ കറൻസി അല്ലെങ്കിൽ ഡോളറിലായിരിക്കും. അപ്പൊ കൺഫ്യൂഷൻ ആയിരിക്കും ഇത് എത്ര എമൗണ്ട് ഉണ്ടാവും എന്നറിയാനായിട്ട്. അപ്പൊ ഇത് ഡോളറിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കാണിക്കാനായിട്ട് കൺട്രീസ് ആദ്യം സെലക്ട് ചെയ്തിടാം. മാനുവലി സെലക്ട് ചെയ്ത് ഇന്ത്യ കൊടുക്കുക. അപ്പൊ നമുക്കിത് എത്ര റുപ്പീസിലാണ് പ്രൊഡക്ട്സ് കാണിക്കുന്നതെന്നൊക്കെ കാണും. പിന്നെ മിക്ക പ്രൊഡക്ട്സിനും ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഇത് എയർ കാർഗോ ആണ്, എയറിൽ ത്രൂ ഷിപ്പ് ചെയ്യുന്നതാണ്. സിംഗപ്പൂരിൽ നിന്നും പിന്നെ ചൈനയിൽ നിന്നും വരുന്നതാണ്. ഷവോമി എയർ ഡോട്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ QCYയുടെ QS1 എന്ന് പറയുന്ന മോഡലാണിത്. ഏറ്റവും ബേസ് വേരിയന്റ് ആണ്. ഇതില് പ്രൈസും 1200 തൊട്ട് 1300 അതിൻ്റെ ഇടയിലേ വരുന്നുള്ളൂ. ഇത് $3 കൂപ്പൺ യൂസ് ചെയ്യുമ്പോൾ അതിലും $200 എന്നുള്ള രീതിയിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ റേറ്റ് എന്ന് പറയണ ആക്ച്വൽ റേറ്റ് 1000 ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഓവർ ഷവോമി എയർ ഡോട്ട്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് കോൾ ക്വാളിറ്റി. കോള് വിളിക്കാൻ ഏറ്റവും ശോകം ആയിട്ടുള്ള ട്രൂലി വയർലെസ് സ്റ്റീരിയോ ഇയർഫോൺസ് ആണ് ഷവോമി എയർ ഡോട്ട്സ്. അപ്പൊ ഇത് QCYയിലാവുമ്പോ മൈക്കിന്റെ ക്വാളിറ്റി കൂടുതലായതുകൊണ്ട് കോള് വിളിക്കാനായിട്ട് നല്ലതായിരിക്കും. നമ്മളിപ്പോ ബൈക്കിനും ഇതിനൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു ചെവിട്ടിൽ ഈ സാധനം വെച്ച് കഴിഞ്ഞാല് നമ്മള് പറയുന്നത് കേൾക്കാൻ പറ്റും. ഷവോമിക്ക് ആ ഒരു ഇതില്ല എന്നുള്ളതാണ് അത് അതിൻ്റെ ഒരു ഇതാണത്, കോണാണത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ TWS എന്നാണ് ഈ ഇതിനെല്ലാം വിളിക്കുന്നത്. TWS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂലി വയർലെസ് സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അല്ലെങ്കിൽ ട്രൂലി വയർലെസ് സ്റ്റീരിയോ ഇയർഫോൺ. ഓക്കെ ഗൈസ്, ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ചാനൽ വിസിറ്റ് ചെയ്തതിന് നന്ദി.